വൈകുന്നേരം ആകുമ്പോഴേക്കും സ്കൂൾ അടച്ചില്ലേ, കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഇന്ന് അംഗസംഖ്യ കുറച്ച് കുറവാണ് കേട്ടോ. കാരണം പകുതി പേരും അവിടെ ഇവിടെയൊക്കെ പോയി തുടങ്ങി. ഇനിയിപ്പം ബന്ധുവീടുകളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയമാണല്ലോ. പോരാത്തതിന് വെയിലും കൂടി ആയതുകൊണ്ട് കുറച്ച് പേരൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്ന് പക്ഷേ കുറച്ച് വെയിൽ കുറവായിരുന്നത് കൊണ്ട് ഇവരെന്തായാലും നേരത്തെ ഇറങ്ങിപ്പോയി കേട്ടോ. അല്ലെങ്കിൽ 5 മണി ആയാലും ഇവിടെയൊക്കെ നല്ല വെയിലായിരിക്കും. കുഞ്ഞ് കളിക്കാനാന്ന് പറഞ്ഞു പോന്നാലും ഏതെങ്കിലും കുഞ്ഞിപ്പിള്ളേരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അതിൻ്റെ പുറകെ നടക്കും കേട്ടോ. അവൾക്ക് കളിക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം കുട്ടികളുമായിട്ട് അവരുടെ കൂടെ നടക്കലാണ്. അതുകൊണ്ട് മിക്കുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മിക്കുവിൻ്റെ കൂടെയാണ് ഇന്ന് അവളുടെ കളി മുഴുവൻ. മാളുവും സെറയും കൂടെ ആണെങ്കിൽ ഇവിടെ കളിക്കുന്നുമുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ കുറേ നേരമായിട്ട് ഈ കോക്ക് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പോകുന്നില്ല. നല്ല കാറ്റുള്ളത് കാരണം മാളുവിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ എപ്പോഴും താഴെ പോകുന്നുണ്ട്. അവസാനമാണ് മനസ്സിലായത് ആ കോക്ക് അതിനകത്ത് കെട്ടിത്തൂക്കിയ വലയിൽ കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് താഴത്തെ വീട്ടിലെ ആൻറ്റിയും അങ്കിളും കൂടെ. അവരെന്തായാലും അവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പതിയെ കയറി പോകുന്നു കേട്ടോ. ഇന്ന് വൈകുന്നേരത്തേക്കാണെങ്കിൽ നല്ല അങ്കമാലി മാങ്ങാക്കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. മാങ്ങ അടുത്ത വീട്ടിലെ പറമ്പിൽ പറിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. വൈകുന്നേരം എന്തായാലും കുറച്ച് ഓട്സ് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള ധാരണയിൽ ഇരുന്നു. വൈകുന്നേരം കുറച്ചും കൂടെ വൈകി കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ വിശപ്പ് കയറി. എന്തായാലും വേണ്ടില്ല, മൾട്ടിഗ്രെയിനിൻ്റെ ഓട്സ് ഇരിപ്പുണ്ടായിരുന്നു. അത് പതിയെ ഉണ്ടാക്കി പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. നനയ്ക്കേണ്ട സമയമായി. രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുത്താലും ഇപ്പോൾ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ചെടികളോടുള്ള ക്രേസൊക്കെ അതുകൊണ്ട് കുറഞ്ഞു വരിക. വെള്ളം ഒഴിച്ചൊഴിച്ച് മടുക്കാണ്. ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഒരു സൈഡിലിരുന്ന് പതിയെ കിളികളൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അവരോടൊക്കെ നോക്കി വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു കമ്പ് ഉണങ്ങി നിലത്തിങ്ങനെ കിടക്കുന്നു. അതും വലിച്ചു പറിച്ച് പതിയെ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഈവനിങ് ഇവിടെ അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിച്ചു.